ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ദിവസത്തിലെ കാലത്ത് ഒരു കല്യാണവും പിന്നെ വൈകുന്നേരം നമ്മുടെ വീട്ടിലെ പുപ്പുവിൻ്റെ പട്ടിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയും ക്രിസ്മസ് പാർട്ടിയും മിക്സ് ആയിരുന്നു കേട്ടോ. ഒരു ദോശയും പിന്നെ 2 ചെറുപഴം പിന്നെ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. കാരണം വാവയ്ക്ക് ഒരു മൂടുണ്ടായിരുന്നില്ല. ഉറക്കം തെറ്റിക്കഴിഞ്ഞാൽ അവൾ എൻ്റെ പോലെയാണ്, ഒരുമാതിരി മൂടിയായിരിക്കും. ഒരു പകുതി ദോശയും പിന്നെ എടുത്തിരുന്ന ആ പഴവും കഴിച്ചിട്ട് അവള് കല്യാണ ഹോൾ എത്തുന്നവരെ നൈസായിട്ട് ഉറക്കം പാസ്സാക്കി. തലേ ദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഏത് സാരി ഉടുക്കും എന്താണെന്നൊന്നും. പിന്നെ കാലത്ത് കിട്ടിയത് ഈ ഒരു സെറ്റ് സാരിയാണ്. അപ്പോൾ സാരി എനിക്ക് ഒന്നും അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം കിട്ടിയ ഒരു സെറ്റ് സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഇറങ്ങിയതാണ്. കാരണം കാലത്ത് എനിക്കിപ്പോൾ തന്നെ 9 മണിയായി. ഒരുപാട് ലേറ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് മുഹൂർത്തത്തിന് എത്താനും പറ്റിയില്ലായിരുന്നു കേട്ടോ. കല്യാണ ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ വാവയുടെ കൊമ്പനാന കുട്ടപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പെയിൻറ്റ് പോയ കുട്ടപ്പനായിരുന്നു എന്ന് മാത്രം. അങ്ങനെ കല്യാണം എല്ലാം ഭംഗിയായി, സദ്യയൊക്കെ കഴിച്ചു. വാവ എല്ലാവരുടെ അടുത്തുനിന്നും ഓരോ ഉരുള വെച്ച് കഴിച്ച് അവളുടെ ഉച്ചക്കലത്തെ പരിപാടിയും കഴിഞ്ഞു. വയറ് വല്ലാതെ ഫുള്ളായി. ഭക്ഷണമല്ല, പാലട നല്ല രീതിക്ക് അടിച്ച് കയറ്റിയായിരുന്നു. ഷുഗർ കട്ടും നോക്കിയില്ല, ഒന്നും നോക്കിയില്ലായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് കുറേ കാലം കഴിഞ്ഞ് കുടിക്കുന്നതാണ് പാലട പ്രഥമൻ. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ നല്ല രീതിക്ക് കുടിച്ചായിരുന്നു. പരിപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പാലട എൻ്റെ വീക്ക്നെസ് ആണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മാമയ്ക്ക് കുറച്ച് എനർജിയൊക്കെ വന്നു. ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് സെറ്റാവാൻ തുടങ്ങി. അവൾക്ക് അങ്ങനെ പരിചയക്കേടൊന്നും ഇല്ലാത്തതാണ്, പക്ഷേ അന്നത്തെ ദിവസം അവൾ കുറച്ച് മൂടിയായിരുന്നു. അവൾക്കൊരു മൂടുണ്ടായിരുന്നില്ല, ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറിൽ ഉറങ്ങേൻ്റെയും പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ ഓണായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് മമ്മി ആ സ്റ്റെപ്പിൽ ചെറുതായിട്ടൊന്ന് തലയും കുത്തി വീഴാൻ പോയായിരുന്നു കേട്ടോ. കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം 3-3:30 സമയമായി. വൈകുന്നേരം 7 മണി 7:30 സമയത്ത് ബിൽഡിങ്ങിലുള്ള കുറച്ച് പിള്ളേരെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ പുപ്പുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ വിയാണ് മെയിനായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്നത്. കാരണം അവളുടെ ചേട്ടനാണല്ലോ പുപ്പു. അപ്പോൾ വൈകുന്നേരം 7:30 മുന്നേ പിള്ളേർക്ക് കൊടുക്കാനുള്ള കുറച്ച് സ്വീറ്റ്സും സംഭവങ്ങളൊക്കെ വാങ്ങണം. വീട്ടിൽ പോയിട്ട് സാരിയൊക്കെ മാറി ഫ്രഷ് ആവണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങാനൊക്കെ ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ. കുട്ടപ്പനെയൊക്കെ കണ്ട് പിന്നെയും ഒരു ഉറക്കം പാസ്സാക്കി ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് വന്നു. ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്തുള്ള ഓരോ സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വാവയ്ക്ക് ഒരു സാന്റാക്ലോസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. തൊപ്പിയില്ലേ? വിയുവിന് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു സാന്റാക്ലോസ് ഞങ്ങൾ വാങ്ങിച്ചു. ഓർക്കത് നിന്നിട്ടുണ്ട് അവിടെ മുടി ആകെ ചപ്ര പറഞ്ഞിരിക്കണ്ടായിരുന്നേ. പിന്നെ വേറെ എന്താ, ഈ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ഒരു റെഡ് കളർ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അത് വാങ്ങിച്ചായിരുന്നേ. പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. ചെന്നതും വാവയെ മേക്ക് കഴിച്ചു, ഫ്രഷ് ആക്കി. ഞാൻ ആക്ച്വലി അവൾക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രസ്സ് വാങ്ങാൻ ഇത്തവണ വിട്ടുപോയി.
കഴിഞ്ഞ കൊല്ലം മുന്നേ ഞാൻ ഓർഡർ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഒരു മാച്ചും അല്ലായിരുന്നു, ഒരുമാതിരി ലുക്കായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. പിന്നെ അവളുടെ മുടി ഞാൻ പുതിയൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഒരു ഫ്രീക്കത്തി ആകാൻ നോക്കിയതായിരുന്നു. ക്രിസ്മസ് ട്രീയുടെ ഒരു സാന്റാക്ലോസ് അവൾ തന്നെ എടുത്തിട്ട് തലയിൽ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് തൂക്കിയിട്ടതാണ്. പിന്നെന്താ, അപ്പോൾ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് എന്തായാലും എൻ്റെ ഒരു റെഡ് ടോപ്പ് എടുത്തത് ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാവയ്ക്ക് ക്രിസ്മസ് സ്പെഷ്യൽ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് നേരെ വിട്ടു വാവയുടെ ഷോപ്പിലോട്ട്. എന്നിട്ട് അവിടുന്ന് ഒരു സാന്റാക്ലോസിൻ്റെ ഒരു വെൽവെറ്റിൻ്റെ ഒരു കുഞ്ഞു ഉടുപ്പ് വാങ്ങിച്ചു. അവിടെ നിന്ന് തന്നെ അവളുടെ ഡ്രസ്സ് മാറ്റിയിട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു ഉടുപ്പ് ഈ ഒരു പ്രായത്തിലല്ലേ ഇട്ട് കാണാൻ പറ്റുള്ളൂ. അത് ഒരു നേരത്തിനുള്ളതേ ഉള്ളൂ, ഒരു വട്ടം അത് യൂസ് ചെയ്താൽ പിന്നെ കഴിഞ്ഞു എൻ്റെ കത്തിക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഇട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇതൊക്കെ ഒരു ഓർമ്മകളാണ്, മെമ്മറീസ് ആണ് ഇതൊക്കെ, അല്ലേ? നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് ചോദിച്ചാലും അവർക്കും ഓർക്കാനുണ്ടാവും ഇതുപോലെയൊക്കെ മെമ്മറീസ്. അവരും ചെയ്തിട്ടുണ്ടാവും നമ്മളിങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യണ്ടേ. ഉറക്കം മതിയാവാത്തൊരു വാവയുടെ രോദനമായിരുന്നു കേട്ടോ ആ ഒരു ജിങ്കിൾ ബെൽസ്. പുപ്പുനെ കണ്ടപ്പോൾ പിന്നെ അവള് ഫുൾ ഓണായി, ഫുൾ ഓൺ, ഫുൾ പവർ, ഫുൾ എനർജറ്റിക് ആയിരുന്നേ. പണ്ടത്തെ പോലെയല്ല. വാവയ്ക്ക് അറിയാം എന്താണ് ബർത്ത്ഡേ, എന്താണ് കേക്ക്, അതിനെ കുറിച്ചൊക്കെ ധാരണ ഉള്ളതുകൊണ്ട് ഇപ്പൊ അവളതൊക്കെ കുറേ എൻജോയ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഞാൻ വരാം. കാലത്ത് മൂഡ് ഓഫ് ആയതിൻ്റെ ആ ഒരു ക്ഷീണം അവൾ വൈകുന്നേരം നല്ല രീതിക്ക് തീർത്തു കേട്ടോ. അത്രയും കളിയായിരുന്നു അവിടെ വന്നിരുന്ന കുട്ടികളുടെ കൂടെ. ഓടിയും ചാടിയും ശബ്ദം ഉണ്ടാക്കിയും കുറേ കളിച്ച് നടക്കുക തന്നെയായിരുന്നു. കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഭാഷയൊന്നും വേണ്ടെന്ന് പറയുന്നത് എത്ര കറക്റ്റാല്ലേ? ഒരാൾ ഹിന്ദി സംസാരിക്കുന്ന ആളും ഒരാൾക്ക് മലയാളം മാത്രം അറിയുന്ന ആളും, എന്നിട്ട് അവർ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കേട്ടോ. എന്നാലും ലാംഗ്വേജ് ആൾക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ ഇപ്പോൾ ഹിന്ദി വേർഡ്സ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവള് ഹിന്ദിയില് അച്ഛന കിതറേ ക്യാ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. थोड़ा सा दे പിന്നെ ഈ ഒരു കേക്ക് എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിരുന്ന കേക്കാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കേക്കാണ്. മിൽക്ക് കേക്കാണ്, മിക്സ്ഡ് ഫ്രൂട്ട് കേക്കാണ്. പക്ഷെ ഒരു മിൽക്ക് കേക്കിൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്തത് ഓർമ്മയുള്ളൂ, അത് അപ്പം തന്നെ സ്പോട്ടിൽ കാലിയാവുകയും ചെയ്തു. स्टार्ट किया मैं
Muerte uma. അപ്പൊ എൻ്റെ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.